രാഹുൽ ഗാന്ധി ചുരമിറങ്ങി. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും. ദില്ലി AICC ആസ്ഥാനത്ത് നടന്ന പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുകയും റായ്ബറേലി നിലനിർത്തുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത്. കന്യാംഗത്തിന് ഒരുങ്ങി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുകയാണ്. വയനാടിനോട് നന്ദി പറഞ്ഞും പോരാടാനുള്ള ഊർജം തന്നത് വയനാടാണെന്നും ജീവനിലോടത്തോളം കാലം വയനാടിനെ മറക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒന്നിനു പിറകെ മറ്റൊരു തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കുകയാണ് വയനാട്. രാഹുലിന് പകരം പ്രിയങ്ക എത്തുമ്പോൾ ഭൂരിപക്ഷം എത്ര ഉയരുമെന്നത് തന്നെയാണ് പ്രധാന ചർച്ച. രാഹുൽ ഗാന്ധി മാറുമെന്ന് ഉറപ്പായിരുന്നെങ്കിലും VIP മണ്ഡലം എന്ന വയനാടിന്റെ മേൽവിലാസം മാറില്ലെന്നത് സർപ്രൈസായി. പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കാനെത്തുമ്പോൾ വയനാട് ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമെന്ന പുതിയ വിശേഷം കൂടി ലഭിക്കും. എന്നാൽ കുടുംബവാഴ്ചയെന്ന വിമർശനവും എതിരാളികളിൽ നിന്ന് ശക്തമാകും. പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തെ വയനാട്ടിലെ വോട്ടർമാരും സ്വാഗതം ചെയ്യുകയാണ്. വയനാട്ടിൽ ആദ്യം രാഹുൽ ജയിച്ചപ്പോൾ 4,31,000-ലധികം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. രണ്ടാം തവണ 3,60,000 വോട്ടുകളുടെ ഭൂരിപക്ഷവും നേടാനായി. ഇനി പ്രിയങ്ക ഗാന്ധി എത്തുമ്പോഴും ആകാംക്ഷ ഭൂരിപക്ഷത്തിൽ തന്നെയാണ്. രാഹുലിന്റെ പ്രചാരണത്തിനായി വയനാട്ടിൽ പ്രിയങ്ക ഒറ്റയ്ക്കെത്തിയപ്പോൾ ഒഴുകിയെത്തിയ ആൾക്കൂട്ടം തന്നെയാണ് ഭൂരിപക്ഷം ഉയർത്തുമെന്ന ആത്മവിശ്വാസം UDF-ന് നൽകുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം കുറവായിരുന്നു പ്രചാരണത്തിന്. എന്നാൽ ഇത്തവണ ആ പ്രശ്നമുണ്ടാകില്ല. പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ഇടത് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ആനി രാജ്യത്തിനെ വരുമോ എന്ന് കാത്തിരിക്കണം. വയനാട് മണ്ഡലത്തിൽ BJP വോട്ട് വിഹിതം കൂട്ടിയ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. അത് ആവർത്തിക്കാൻ ആരെ നിയോഗിക്കുമെന്നതും ഇനി അറിയാനുണ്ട്. BJPക്കായി വനിതാ സ്ഥാനാർത്ഥി രംഗത്തിറങ്ങുമോ എന്ന ചർച്ചയും സജീവമാണ്. അതേസമയം കന്നി മത്സരത്തിനായി കേരളത്തിലേക്ക് പ്രിയങ്ക എത്തുന്നതിന്റെ ആവേശത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിഞ്ഞെന്ന പരിഭവമില്ലാതെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ഇറങ്ങാനുമാകും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസുകാർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ്. രാഹുൽ ഒഴിഞ്ഞാൽ പ്രിയങ്ക വരണമെന്ന ലീഗ് നേതൃത്വം ഉൾപ്പെടെ AICC-യോട് ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്ത് UDF-ന്റെ ഏറ്റവും വലിയ കോട്ടയായ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ആശങ്കയൊന്നുമില്ലാതെ തന്നെയാണ് പ്രിയങ്ക എത്തുന്നത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വടക്ക് രാഹുലും തെക്ക് പ്രിയങ്കയുമെന്ന രാഷ്ട്രീയ സമവാക്യം ആവേശം കൊള്ളിക്കുന്നതാണ്. തൃശൂരിലെ തോൽവിയിലുണ്ടായ നിറമങ്ങൽ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ജ്വലിപ്പിക്കാനാകുമെന്നതാണ് പാർട്ടി പ്രതീക്ഷ. ഭൂരിപക്ഷം 4 ലക്ഷം കടക്കുമെന്നതാണ് പാർട്ടി നേതൃത്വം ഇപ്പോഴേ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ത്രെഡ് 24.